2024 കീമിൻ്റെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് നിങ്ങളുടെ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മാർക്ക് ഓൺലൈനായിട്ട് സമർപ്പിക്കണം. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. അതായത് 2024 എഞ്ചിനീയറിങ്ങിൻ്റെ എൻട്രൻസ് എക്സാം എഴുതിയ കുട്ടികൾ അവരുടെ +2 സെക്കൻഡ് ഇയറിൽ കിട്ടിയ മാർക്ക് മാത്രമാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിൽ മാത്സിൻ്റെയും ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാർക്കാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ce.kerala.gov.in എന്നുള്ള സൈറ്റിലാണ്. അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ കയറി അതേ സൈറ്റിൽ തന്നെയാണ്. ഇപ്പോൾ സപ്പോസ് ഇതിൽ ഈ 3 സബ്ജക്റ്റുകളുടെയും മാർക്ക് +2 മാത്രം മാർക്ക് മതി, +1 വേണ്ട. ഈ +2 മാർക്ക് കൊടുക്കുമ്പോൾ കെമിസ്ട്രി പഠിച്ചിട്ടില്ലാത്ത കുട്ടികൾക്ക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ മാർക്ക് കൊടുക്കാം. കെമിസ്ട്രിയോ കമ്പ്യൂട്ടർ സയൻസോ പഠിച്ചിട്ടില്ലെങ്കിൽ ബയോടെക്നോളജിയുടെ മാർക്ക് കൊടുക്കാം. കെമിസ്ട്രിയും പഠിച്ചിട്ടില്ല, കമ്പ്യൂട്ടർ സയൻസും പഠിച്ചിട്ടില്ല, ബയോടെക്നോളജിയും പഠിച്ചിട്ടില്ല എങ്കിൽ ബയോളജിയുടെ മാർക്ക് കൊടുക്കാം. പക്ഷേ ഫിസിക്സും മാത്സും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. കെമിസ്ട്രി പഠിച്ചിട്ടില്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കാം. കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടില്ലെങ്കിൽ ബയോടെക്കിൻ്റേത് കൊടുക്കാം. അതും പഠിച്ചിട്ടില്ലെങ്കിൽ ബയോളജിയുടേത് കൊടുക്കാം. ഇത് മാത്രമേ ഓപ്ഷനിലുള്ളൂ, ബാക്കി നിർബന്ധമായിട്ടും കൊടുക്കണം. ഇനി ഇങ്ങനെ നിങ്ങൾ കൊടുത്ത മാർക്ക് വെച്ചിട്ട് അതിന് സ്റ്റാൻഡേർഡൈസേഷൻ ആ വർഷത്തെ പെർസെൻറ്റേജിലൊക്കെ നോക്കി സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ട് ആ മാർക്ക് നിങ്ങളുടെ റാങ്ക് തയ്യാറാക്കുന്നതിലേക്ക് ഉപയോഗിക്കൂ. ഇനി ഇങ്ങനെ നിങ്ങളുടെ മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയം ജൂൺ 30 വൈകിട്ട് 3 മണി വരെ മാത്രമാണ്. അപ്പോൾ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾ മാർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വരണമെന്നുള്ളവർ മാർക്ക് കൊടുത്തേ മതിയാവൂ. ഇനി അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചാൽ ce.kerala.gov.in എന്നുള്ള സൈറ്റിൽ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിൽ കയറുക. അതിൽ കുട്ടിയുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ഹോം പേജിൽ കയറി അവിടെ നിങ്ങൾക്ക് മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്നൊരു ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് അതിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ചില കുട്ടികൾക്ക് നിങ്ങളുടെ ബോർഡിൻ്റെ വർഷവും അല്ലെങ്കിൽ പാസ്സായ ബോർഡ് ഏതാണ്, ആ പാസ്സായ വർഷം ഏതാണ്, രജിസ്റ്റർ നമ്പർ ഏതാണ് എന്ന് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മാർക്ക് സംബന്ധിച്ച വിവരങ്ങൾ അതിൽ കാണും. എല്ലായിടത്തും ഇല്ല, ഓൾമോസ്റ്റ് സ്റ്റേറ്റ് സിലബസിൽ ഇതുമൊക്കെ അങ്ങനെ തന്നെ കാണും. അപ്പോൾ നിങ്ങളുടെ ബോർഡും വർഷവും രജിസ്റ്റർ നമ്പർ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഡേറ്റ കീമിൽ അവൈലബിൾ ആണെങ്കിൽ നിങ്ങളുടെ പേജിൽ ആ മാർക്കുകൾ കാണും. അപ്പോൾ ആ മാർക്കുകൾ ശരിയാണോ എന്ന് ജസ്റ്റ് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. അതിൽ തിരുത്തലൊന്നും ആവശ്യമില്ല, എക്സാക്റ്റ് അതേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് മാർക്ക് ഡേറ്റ കൊടുക്കാം. ഇനി തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്തുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നിങ്ങളൊരു ഡേറ്റയും കൊടുത്തില്ല, നിങ്ങൾ മാർക്ക് കൊടുക്കാതെ നിങ്ങളുടെ ബോർഡും ഇയറും രജിസ്റ്റർ നമ്പറും കൊടുത്തപ്പോൾ നിങ്ങളുടെ മാർക്ക് അതിൽ കാണിച്ചു. അതിൽ വ്യത്യാസങ്ങളൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് അല്ലെങ്കിൽ സബ്മിറ്റ് മാർക്ക് ഡേറ്റ കൊടുക്കാം. നിങ്ങൾ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടതില്ല. എന്നാൽ നേരെ തിരിച്ച് ആ സൈറ്റിൽ കാണിച്ചിട്ടുള്ള മാർക്ക് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ നിന്ന് വ്യത്യാസമാണെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ശരിയായ മാർക്ക് അവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ ചേഞ്ച് എന്ന് കൊടുക്കുക, പുതിയ മാർക്ക് നിങ്ങളുടെ കയ്യിലുള്ള മാർക്ക് ലിസ്റ്റിനനുസരിച്ച് മാർക്ക് കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് മാർക്ക് ഡേറ്റ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മാർക്കിൽ ചേഞ്ച് വരുത്തുകയോ ഇനി അതല്ല നിങ്ങൾ ബോർഡും ഇയറും രജിസ്റ്റർ നമ്പറും കൊടുക്കുമ്പോൾ നിങ്ങൾക്കതിൽ മാർക്ക് കാണിക്കുന്നതേ ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളും മാർക്ക് കൊടുക്കുക തന്നെ വേണം. ചേഞ്ച് ഉള്ളവരും മാർക്ക് കൊടുക്കേണ്ടവരും 2 കൂട്ടരും മാർക്ക് അപ്ലോഡ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റും അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ നോക്കിയാലേ നിങ്ങളുടെ ഡേറ്റ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് മാർക്ക് ഡേറ്റ കൊടുക്കുക. വ്യത്യാസം വരുത്താനാണെങ്കിൽ ചേഞ്ച് കൊടുക്കുക. അവിടെ ഒരു ഡേറ്റ തന്നെ കാണിക്കുന്നില്ല എങ്കിൽ സബ്മിറ്റ് മാർക്ക് ഡേറ്റ കൊടുക്കുക. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ മാർക്ക് ഡേറ്റ അല്ലെങ്കിൽ മാർക്ക് കൊടുക്കാനുള്ള വഴിയാണ്. മാർക്ക് കൊടുക്കുക അല്ലെങ്കിൽ തിരുത്തൽ വരുത്താം. ഈ തിരുത്തൽ വരുത്തുന്നവരും മാർക്ക് പുതിയതായി കൊടുക്കുന്നവരും എന്ത് ചെയ്യണം, ഈ പ്രോസസ്സ് ചെയ്യുന്നൊപ്പം തന്നെ നിങ്ങളുടെ +2 മാർക്ക് ലിസ്റ്റ് PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യണം. ഈ അപ്ലോഡ് ചെയ്യുന്ന ഫോർമാറ്റ് നന്നായിട്ട് ക്ലിയറായി വായിക്കാൻ പറ്റുന്നതായിരിക്കണം, തെറ്റുള്ളതായിരിക്കരുത്, ക്ലാരിറ്റി ഉള്ളതായിരിക്കണം. അപ്പോൾ ആര് മാർക്ക് കൊടുക്കണ്ട, നിങ്ങൾ രജിസ്റ്റർ നമ്പറും ഡീറ്റെയിലും കൊടുത്തപ്പോൾ നിങ്ങൾക്കതിൽ മാർക്ക് കാണിച്ചു, നിങ്ങളൊന്നും ചെയ്യേണ്ടി വന്നില്ല, ജസ്റ്റ് വെരിഫൈ ചെയ്തു, സേവ് കൊടുത്തു അല്ലെങ്കിൽ സബ്മിറ്റ് കൊടുത്തു. അവർ മാർക്ക് ലിസ്റ്റ് കൊടുക്കണ്ട. മാർക്കിൽ എന്തെങ്കിലും വ്യത്യാസം വന്നവരോ നിങ്ങളുടെ മാർക്ക് കീമിൻ്റെ സൈറ്റിൽ അവൈലബിൾ അല്ലാത്തവരോ മാത്രം മാർക്ക് കൊടുക്കുക അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുക. പ്ലസ് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൻ്റെ PDF ഫോർമാറ്റ് അപ്ലോഡ് ചെയ്യുകയും വേണം. ഇനി ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം, അതായത് നിങ്ങൾ സബ്മിറ്റ് ചെയ്തു അല്ലെങ്കിൽ തിരുത്തൽ വരുത്തി അല്ലെങ്കിൽ പുതിയതായിട്ട് കൊടുത്തു, അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് സബ്മിഷൻ
കൺഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് സോഫ്റ്റ് കോപ്പി ആയിട്ടോ ഹാർഡ് കോപ്പി ആയിട്ടോ നിങ്ങൾക്കത് സൂക്ഷിച്ച് വയ്ക്കാം. കാരണം നിങ്ങൾ മാർക്ക് കൊടുത്തു എന്നുള്ളതിൻ്റെ പ്രൂഫ് അത് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചേക്കാം. അതിൽ മാർക്കിൽ തിരുത്തലുകൾ വരുത്തേണ്ടി വന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളും ഡേറ്റ ഇല്ലാതിരുന്ന കുട്ടികളും എന്ത് ചെയ്യണം? +2 മാർക്ക് ലിസ്റ്റ് നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്യണം. അവർ അപ്ലോഡ് ചെയ്താലേ അവർക്ക് ഈ മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് കിട്ടൂ. മറ്റവർക്ക് അല്ലാതെ തന്നെ സബ്മിഷൻ റിപ്പോർട്ട് കിട്ടും. കാരണം അവരുടെ ഡേറ്റ അവിടെ ഉണ്ട്. അവർ ജസ്റ്റ് സേവ് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇത് ഓഫീസിലേക്ക് അയക്കണ്ട. നിങ്ങൾ PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. ഈ തിരുത്തു വരുത്തിയവരും പുതുതായിട്ട് കൊടുത്തവരും ഇത് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. മാർക്ക് കൊടുക്കുക, PDF-ഉം അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എഞ്ചിനീയറിങ്ങിൻ്റെ മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് മാർക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ഓരോ കൂട്ടരും എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.